ഹലോ ഗൈസ്, ഇച്ചിരി ലാഗുണ്ടോ? അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ മൈൻക്രാഫ്റ്റ് വേൾഡാണ്. ഇതൊക്കെ വില്ലേജേഴ്സിൻ്റെ കാര്യം. തവള, ഇതൊക്കെ എൻ്റെ തവളയല്ലായിരുന്നു. ഇതെൻ്റെ ഫസ്റ്റ് എൻ്റെ ക്രിയേറ്റീവ് മോഡാണ്. ഇതൊരു എൻ്റെ വേൾഡാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ എൻ്റെ വീടാണ്. ഞാൻ ഒരുപാട് ട്രൈഡൻറ്റുകളൊക്കെ വെച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി. അയ്യോ, കയറുമല്ല. രാഗാണ്. ഫ്രീ ഫയർ കളിച്ച് ഇതൊക്കെ എങ്ങനെയാന്ന് പോലും കണ്ടോ ഗൈസ്. ഡാർക്ക് വാട്ടർ ഫാം, മറ്റേ ഓട്ടോമാറ്റിക് ഫാം. സ്റ്റോറേജ് ഏരിയ ഇതിൽ വല്ല കൊണ്ടായിരുന്നു? ഇല്ല, ചെസ്റ്റിലും ഇല്ല. ഇനി മറ്റേ ഇല്ല. വീണ്ടും ഉള്ളോഷം കാണിച്ചു തരണോ? ഇതിപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു മൈൻക്രാഫ്റ്റ് കളിക്കുമോയെന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് തന്നെ തോന്നിയത് എന്തുകൊണ്ട് മൈൻക്രാഫ്റ്റ് കൂടെ കളിച്ചിട്ടൂടാന്ന് തോന്നി. അപ്പം അത്രയുള്ള സബ്സ്ക്രൈബേഴ്സ് കിട്ടുമല്ലോ. ഇതെൻ്റെ പൂച്ചമുറിയാണ്. പൂച്ചമുറി. എൻ്റെ ആഫ്രിക്കൻ ക്യാറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ട 3 ക്യാറ്റുകൾ എൻ്റെ മണ്ടക്കിരിപ്പുണ്ട്. പിന്നെ എനിക്ക് വേറൊന്നും ഇഷ്ടമായിരുന്നു. എൻ്റെ മിന്നുക്കുട്ടി എന്ത് ചെയ്യേ? ഇതെൻ്റെ മിന്നുക്കുട്ടിയാണ് ഗൈസ്. ഇതെൻ്റെ അപ്പുക്കുട്ടൻ. 2 അപ്പുക്കുട്ടൻസാണ്. മണ്ടക്കൊട്ട് വഴിയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പൊട്ടിച്ചു കളഞ്ഞു. മൈൻക്രാഫ്റ്റ് നിർത്തിയപ്പോൾ ഇത് താഴോട്ടൊക്കെ കുഴിച്ച് മൊത്തം കളയാൻ നോക്കിയതാണ്. അയ്യോ ഗൈസ്, ഇതിപ്പോൾ വളരെയധികം കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ. അവരടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സർവൈവൽ ആണോ ഇഷ്ടം, ക്രിയേറ്റീവ് ആണോ ഇഷ്ടം, എക്സ്പ്ലോറിങ് ആണോ ഇഷ്ടം, നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഇഷ്ടമെന്നൊന്ന് പറയുക. അതാകുമ്പോൾ അങ്ങനെ ചെയ്ത് കളിക്കാമായിരുന്നു. സെക്കൻഡ് മുറി. ഈ മുറിയിലാണ് നമ്മുടെ ബാത്റൂമും സെറ്റപ്പും ഒക്കെ. കണ്ടോ, ബാത്റൂമും സെറ്റപ്പും ഒക്കെയാണ് ഇവിടെ. നമ്മുടെ ബാൽക്കണി ഇവിടെ തന്നെ അല്ലേ? ഓക്കെ. പിന്നെ ഞാൻ വന്നപ്പോൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഇവിടെ വില്ലേജസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ബിൽഡിംഗ് ആണോ ഇഷ്ടം എന്ന് എനിക്കറിഞ്ഞൂടാ. തിയേറ്ററാണ്. ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻ്റ് ഇവിടെ ഉള്ളൂ. ഇത് നമ്മുടെ മറ്റേ പൂർത്തീകരിച്ചില്ലായിരുന്നു. ഇവിടെ ആയിരുന്നു നമ്മുടെ ആൾക്കാരെയൊക്കെ ഇരുത്തി ടിക്കറ്റ് കൊടുക്കാനായിട്ടൊക്കെ ഉള്ളൊരു സംഭവം. ഇതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി. ഇത് കാണാമെന്നാണ്, പോയി കണ്ടിട്ട് വരാം. ഒരേ സിനിമ തന്നെ വീണ്ടും വീണ്ടും ഇട്ടും അടുത്തെന്നൊക്കെ. ഇതൊരു ഷോർട്ട് കട്ട് വേ ആണ്. ഐ തിങ്ക് ഇത് ആ വേ തന്നെയാണെന്ന് തോന്നുന്നു. എങ്ങനെയായിരുന്നു പോന്നേ? ഇങ്ങനെ തന്നെ ഒരു ഷോർട്ട് കട്ട് വേ ആണ് ഗൈസ്. ഇത്രയും ഷോർട്ട് കട്ട് കണ്ടാണ് നമ്മൾ അത്രയും അധികം പണി ചെയ്തത്. ഇത് നമ്മുടെ കേവ് ഏരിയ. ഇവിടെയാണ് നമ്മുടെ മൈനിങ് പർപ്പസസ് ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ചൊക്കെ മൈൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കോളൊന്നും മൈൻ ചെയ്യുന്നില്ല. നമുക്ക് ഗോളും കുറച്ച് ഡയമണ്ടൊക്കെ വെച്ചോടെ സെറ്റാക്കണം. ഓക്കെ. പിന്നെ ഇതേണ്ടോ, ഇവിടെ ഒരു ചെറിയ ബീച്ച് സെറ്റപ്പ് ഉണ്ട്.
ഇതൊക്കെ ചെറിയൊരു ബഗ്ഗായിട്ടിരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയ സമയത്തെല്ലാം നല്ലതായിരുന്നു. സംഭവം മനസ്സിലായോ? അടിയും പറ്റിയില്ല, കുഴപ്പമില്ല. 5 മിനിറ്റ് ലോങ്ങാണ്. ദൈവമേ. പിന്നെ ട്രൈഡൻ്റ് അല്ലേ? അതെയല്ലോ. ഇതൊക്കെ എങ്ങനെ ഇവിടെ വന്ന് കയറിയ? ഇതെൻ്റെ ഡാമാണ് കേട്ടോ, ചുമ്മാ ഇത് കാണിക്കാൻ പറഞ്ഞുപോയി. ഇതെൻ്റെ ഡാമാണ്. ഇവിടെ ഇടുക്കി ഡാം കൊല്ലത്ത് പണിയാണ്. കണ്ടോ? ഇതൊക്കെ നമുക്ക് ഓഫാക്കാനൊക്കെ പറ്റും. ഓഫാക്കും ഓണാക്കൊന്നും വേണ്ട, ചുമ്മാ എന്തിനാ പണി വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇതെൻ്റെ ആമത്തോട്ടമായിരുന്നു, പക്ഷെ ആമക്കുഞ്ഞുങ്ങളൊന്നും വിരിയുന്നില്ല. ഇതെൻ്റെ വ്യൂ ഹാള്, വ്യൂ ടവർ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. 10 മിനിറ്റ് ലോങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിൽ കൂടുതൽ ലോങ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് വേറെ വീഡിയോ ഇടുന്നതായിരിക്കും കഴിച്ചു. ഉണ്ടോ? എൻ്റെ ആ വേൾഡ് മൊത്തം കാണാൻ കഴിയും. ആ മലനിരകൾ, എൻ്റെ ഫ്ലവർ ഫോറസ്റ്റ്, കായൽ, പുഴ, തോട് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ശരിയാണോ? എൻ്റെ ആ വഴി. ഇറങ്ങ് എന്താ പറയുക? ഇതെൻ്റെ ട്രീ ടവർ, ട്രീ ഹൗസ് എന്നൊക്കെ പറയും. കണ്ടോ? ഒരു ചെറിയ ട്രീ ഹൗസ് ഉണ്ട്. ഇതിനിവിടെ ഇരിക്കാനൊക്കെ ചില സെറ്റപ്പ് ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് പിന്നെ വല്ല ഉണ്ടാക്കിയായിരുന്നു, എന്തൊക്കെയൊക്കെ ഉണ്ടാക്കണം, പാർക്കൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് മറന്നുപോയെന്ന് തോന്നുന്നു. കുറച്ചാൾ മുമ്പ് ഒരു സർവൈവൽ വേൾഡ് ഉണ്ടാക്കാനായിട്ട് അത് അവസാനം കയറിയത്. തത്തമ്മയാണ്, അല്ലല്ലോ, റാബിറ്റിൻ്റെ 5-6 ഉണ്ടാക്കി വിട്ടായിരുന്നു, കാണുന്നില്ല. ഏഴ് മിനിറ്റായി. 7 അല്ല 8 മിനിറ്റ് ആവാറായി. പിന്നെ ഏതാ നമുക്ക് വഴി തെറ്റായിരിക്കാനായിട്ട് വേറെ സംഭവമുണ്ട്. തവള ഇതെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി മറ്റേ ബെഡ് ഏരിയയാണ്. ഇവിടെ ആർക്കും വേണമെന്ന് നടക്കാം. ഇതേന്നുണ്ടോ? ഓരോരുത്തേക്കും പോകുമ്പോൾ ഇതേണ്ട ഫ്ലവർ ഫോറസ്റ്റ് ആൻഡ് ഹോം. ഇതുവഴി പോയ ഫ്ലവർ ഫോറസ്റ്റ് ആണ് ഉണ്ടോ? ഇതേണ്ട ഫ്ലവർ ഫോറസ്റ്റ്, പിന്നെ എന്താ വില്ലേജ് ഹോം. വില്ലേജിലോട്ട് പോകണം നമുക്ക്. ഇതെൻ്റെ വേറൊരു വീടായിരുന്നു ഗൈസ്. അറ്റ് വൈശേഖ് ഫോഡി, പണ്ടത്തെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഇപ്പോഴത്തെ ഏകദേശം അത് തന്നെ. വില്ലേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങോട്ടായിരുന്നു വഴി? ഇങ്ങോട്ടായിരുന്നു. ഈ വഴി എങ്ങാണ്ടായിരുന്നു. ഇതുവഴി അങ്ങോട്ട് പോകുമ്പോഴാണ് വഴി ഇതായിരുന്നു. ഡു നോട്ട് എൻ്റർ. എന്താ മറന്നു? കയറി നിൽക്കുക. കിളി എന്ന് പറഞ്ഞോണ്ട് വരുന്നു. 10 മിനിറ്റ് ആവാറായി ഗൈസ്. മിക്കവാറും ഇതുകൂടെ കഴിഞ്ഞിട്ട് നിർത്തേണ്ടതായിരിക്കും. ഇതാണ് നമ്മുടെ പോണ്ട്. കണ്ടോ എന്ത് രസമല്ലേ? അയ്യോ എനിക്ക് പേടിയത്. ഓക്കെ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ മിക്കവാറും ഇപ്പോൾ തീരുന്നത്. നെക്സ്റ്റ് അവിടുത്തെ ഏരിയ ഉണ്ട്, നമ്മൾ അടുത്ത വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ.